ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. നമുക്ക് ആദ്യം മാവേലിക്കരയിൽ നിന്ന് വന്നിട്ടുള്ള സിന്ധുവിനെ വിളിക്കാം. സിന്ധു വരൂ. അമ്മയും ഒരു സഹോദരി അല്ലേ? അച്ഛൻ മരിച്ചു. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രൊഫൈൽ കാണാം. സിന്ധു വിധി മരണത്തിന്റെ രൂപത്തിൽ സ്വന്തം ഭർത്താവിനെ കവർന്നെടുത്തപ്പോൾ മകനുമായി തെരുവിലേക്കിറങ്ങാൻ തീരുമാനിക്കേണ്ടി വന്നവൾ. കാലം കാത്തുവച്ച പീഡനങ്ങൾ സ്വന്തം അമ്മയുടെ രൂപത്തിലും ഈ അബലയ്ക്ക് മുൻപിൽ നടമാടുന്നു. കുടുംബ ബന്ധങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ ഒട്ടനവധി വിള്ളലുകൾക്ക് പ്രചോദനമാകുമ്പോൾ നിലയില്ലാ കയത്തിലെ ജീവിതയാത്ര വീണ്ടും ദുരിതപർവങ്ങൾ താണ്ടുമോ? ചോർന്നൊലിക്കുന്ന പ്രാരാബ്ധങ്ങളുടെ ഈ കൂരയ്ക്ക് മുന്നിൽ മകനെയും മനസ്സോട് ചേർത്തു പിടിച്ചു നിൽക്കുന്ന ഈ അമ്മയ്ക്ക് ഇനി പ്രതീക്ഷകൾ വറ്റിയ മനസ്സു മാത്രമാണ് കൂട്ടെന്ന് നമുക്ക് തോന്നിപ്പോകാം. കണ്ണുനീരിന്റെ നനവുള്ള കഥകൾ സിന്ധുവിനുമുണ്ടാകും പങ്കുവയ്ക്കാൻ. കാതോർക്കാം നമുക്കതിനായി. ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 16 വർഷം. 16 വർഷമായി. എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു നിങ്ങൾ? 1 വർഷവും 4 മാസവും. അത്രേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അസുഖമായിരുന്നോ? എന്തുവാണെന്നൊന്നും അറിയത്തില്ല. കല്യാണം കഴിയുമ്പോൾ ഒരു അസുഖവും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തലവേദന ഉണ്ടായി. അപ്പം നേരെ ഈ കല്യാണം കഴിച്ചപ്പോൾ മുതലേ അമ്മ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇച്ചിരി വഴക്കുണ്ടായിരുന്നു. വഴക്കായിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ എനിക്ക് 25 പവനും ഹരിപ്പാട്ട സ്ഥലവും വീടും പിന്നെ 1 ലക്ഷം രൂപയും പറഞ്ഞാൽ കല്യാണം നടത്തിയേ. അന്നേരം ഈ വിവാഹ സമയത്ത് 25 പവൻ അച്ഛനെടുത്തോണ്ട് വന്നെങ്കിൽ അമ്മ 23 പവനേ തന്നുള്ളൂ. അമ്മയുടെ കയ്യിലാ എല്ലാ കാര്യങ്ങളും. എടുത്തു മാറ്റിയതായിരിക്കും. 25 പവൻ എടുത്തോണ്ട് വന്നു. അതെനിക്കറിയാം. ബില്ല് കാണുമ്പോ നമുക്കറിയാമല്ലോ. അപ്പൊ ഈ പക്ഷേ SNDPയുടെ നമ്മുടെ ഈ എല്ലാം എഴുതുമല്ലോ കൊടുത്തത്, എത്ര രൂപ കൊടുത്തു, എത്ര സ്വർണം കൊടുത്തെന്ന് സംഘബുക്കിനകത്ത് എഴുതുമല്ലോ. അതിനകത്ത് 23.5 പവനാ എഴുതിയേക്കുന്നത്. പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാർ ഇത് തൂക്കിയൊന്നും നോക്കിയതൊന്നുമില്ല. ആ സ്വർണം കൊണ്ടുവന്നപ്പോൾ മുതൽ അതെന്റെ കയ്യില്ല. അമ്മ പറഞ്ഞ് അവർ ചോദിച്ചാൽ കൊടുക്കുകയൊന്നും ചെയ്യരുത്. അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. അമ്മ എന്ത് പറയുന്നോ അതുപോലെ കേട്ടോണം. അങ്ങനെ കുഞ്ഞിലേ മുതലേ അങ്ങനെയാ. പിന്നെ എതിർത്തൊന്നും പറയത്തില്ല, പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതുപോലെ എന്നെ ഉപദ്രവിക്കും. കാരണം ഒരു ലോകത്തിൽ ഒരു രണ്ടാനമ്മ പോലും ചെയ്യാത്തത് എന്നെ ചെയ്യുന്നത്. എന്നെ പ്രസവിച്ച അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് എന്നെ പ്രസവിച്ച 56 കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ ഇങ്ങനെ അങ്ങ് പോകും. എവിടാന്നൊന്നും അറിയത്തില്ല. അമ്മ അങ്ങ് പോകും. പോയിട്ട് 2 മാസം 1 മാസമൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. അച്ഛനാണെങ്കിൽ അടി കൊടുക്കുന്നതിന് കണക്കില്ലെന്ന് അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നത്. അവരെ ആരെയും ഇഷ്ടമല്ല. അച്ഛനോട് കടലിൽ ചാടാൻ പോവാന്നും പറഞ്ഞാൽ വഴക്കിട്ട് അച്ഛന് കടയിൽ പോവും. അത് കഴിയുമ്പം അച്ഛൻ്റെ അമ്മാവിനും അമ്മാവിയും 5 മക്കളും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അനിയനും ഇത്രയും പേരും കൂടെ കുടുംബത്ത് താമസിക്കുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അമ്മ അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. എന്നെ വളർത്തിയത് മൊത്തം അച്ഛൻ്റെ അമ്മയും അച്ഛനും കൂടെ. അച്ഛൻ്റെ അമ്മയാണ് ഞാൻ അമ്മയെന്ന് വിളിച്ച് വളർന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്നെ ഒന്ന് താഴെ അച്ഛൻ്റെ ആൾക്കാർ വെക്കത്തില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അച്ഛനെ എല്ലാവർക്കും ഒരു ബഹുമാനമായിരുന്നു. എന്ന് വലിയണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അവരുടെ വീട്ടിൽ പോവാണോ? എവിടാന്നറിയത്തില്ല. ചാകാൻ പോകുന്നും പറഞ്ഞാ പോകുന്നത്. പോകും. അച്ഛൻ വന്നു കഴിഞ്ഞ് അച്ഛൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് തൃക്കുന്നപ്പുഴ കടപ്പുറം, ആറാട്ടുപുഴ കടപ്പുറം, എവിടെല്ലാം കടപ്പുറം ഉണ്ട് അവിടെ എല്ലാം പോയി അന്വേഷിക്കും. ഈ കല്യാണത്തിന് മുമ്പ് തൊട്ട് ഇവിടെ ഒന്നും തരാനില്ല, ഇവിടെ കെട്ടിച്ചയക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു ഇതെല്ലാം മടത്തി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അതിനോട് പറയാം ആരുടെയും കൂടെ ഇറങ്ങിപ്പോവായിരുന്നു, ഇവിടെ സ്ത്രീധനം ഒന്നും തരത്തില്ലെന്ന്. ഞാൻ ആരുടെയും കൂടെ ഇറങ്ങിപ്പോവാണെങ്കിൽ എൻ്റെ അച്ഛനല്ലേ അത് നാണക്കേട്. എന്നെ താഴെ വെക്കാതെ എൻ്റെ അച്ഛൻ വളർത്തിയത് കേട്ടോ. ലോകത്തിൽ ഒരച്ഛന്മാരും ഇങ്ങനെ മക്കളെ സ്നേഹിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവർ 2 ആൺപിള്ളേരാണ് ഉള്ളത്. അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് എന്നോടങ്ങ് ജീവൻ. അച്ഛൻ്റെ അമ്മാവിൻ്റെ മക്കൾക്കും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആൾക്കാരെ എന്നെ അമ്മയ്ക്ക് ഇഷ്ടമേ അല്ല. അച്ഛനാണ് ഈ കല്യാണം കഴിക്കാൻ ഈ 25 പവൻ മാത്രമേ 23.5 പവൻ മാത്രമേ തന്നുള്ളൂ. ഈ 1 ലക്ഷം രൂപ പറഞ്ഞത് അമ്മയുടെ അമ്മയും കൂടെ ചേർന്നുകൊണ്ട് ഹരിപ്പാട്ടുള്ള ജയപ്രകാശ് എന്ന് പറഞ്ഞ അണ്ണന് പലിശയ്ക്ക് കൊടുത്തു.
ഞങ്ങളിതൊന്നും അറിയുന്നില്ല. കല്യാണം നടത്തുമ്പോ അച്ഛനുണ്ടല്ലോ. ഉണ്ട്. അച്ഛന് ഇതിനൊന്നും കൺട്രോൾ ഇല്ല. അമ്മ മാത്രം. അമ്മ പറയുന്നതേ കേൾക്കാം. അമ്മയുടെ അമ്മയും പറയുന്നതിനപ്പുറം അച്ഛൻ കേൾക്കത്തില്ല. എന്തോ അച്ഛൻ അടിക്കുമെന്നൊക്കെ പറഞ്ഞ പിന്നെ അത് അന്നായിരുന്നു. പിന്നെ അച്ഛന് ഷുഗറൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനങ്ങ് വയ്യാതൊക്കെ അങ്ങ് ആയായിരുന്നു. ഈ 1,00,000 രൂപ ജയപ്രകാശിന് പലിശക്ക് കൊടുത്തിട്ട് പലിശ വാങ്ങിച്ചു. പലിശ വാങ്ങിച്ച അമ്മയും അമ്മൂമ്മയും കൂടെ എടുക്കുമായിരുന്നു. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഇല്ല, അച്ഛൻ അറിയാമായിരുന്നല്ലോ ഇത്. അച്ഛനറിയാം. അച്ഛനും അച്ഛന് സമ്മതിച്ചോണ്ടില്ലയോ അമ്മ കൊടുത്തത്. 2,000 രൂപ വെച്ചാ പലിശ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ നിങ്ങളുടെ ഭർത്താവ് ചോദിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി? പൈസ തരാന്ന് പറഞ്ഞ തന്നില്ല? അത് ആ കാര്യം ഞാൻ പറഞ്ഞു വരുന്നേ. അന്നേരം ഈ അരിപ്പാട്ട സ്ഥലവും വീടും ഞങ്ങളുടെ പേര് തന്നുമില്ല. അതുകൂടെ പറഞ്ഞ കല്യാണം കഴിച്ചത്. അപ്പൊ ഈ ഞങ്ങൾ അറിയുന്നില്ല ഈ പൈസ ജയപ്രകാശിന് കൊടുത്ത കാര്യം. അപ്പൊ അണ്ണന്റെ കൂട്ടുകാരാണ്ട് ഈ ഹരിപ്പാട്ട് അടുത്തങ്ങാണ്ട് ചെന്നപ്പോഴാ ഈ ഓരോ കാര്യം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറഞ്ഞ് ശശിയണ്ണന്റെ സ്ത്രീധന പൈസ ഇവിടുത്തെ മാധവിയമ്മ മേടിച്ച് ജയപ്രകാശിന് പലിശയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അണ്ണൻ അത് വന്നേച്ച് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ അണ്ണനോട് പറയത്തില്ലേ. അന്നേരം പറഞ്ഞു എന്തായാലും അന്നേരം അവിടുത്തെ അമ്മായിയമ്മ പറഞ്ഞു എന്തായാലും മോളും മോനും കൂടെ പോയിന്നും ചോദിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ അടുക്ക ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു, കൊടുത്തെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു അയ്യോ അത് കൊടുത്താൽ കിട്ടുമോ, അയ്യോ 1,00,000 രൂപയൊക്കെ ഇനി അത് കിട്ടുമോ എന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞ് മറ്റേ ഇവർ 3 ആണും 1 പെണ്ണും ഉള്ളത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയെടുത്ത്. അപ്പം ചേട്ടനും വീടായി, അനിയന് കുടുംബം, പെങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. അവർക്ക് പക്ഷേ 20 സെൻറ്റ് സ്ഥലമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ. അന്നേരം പെങ്ങളുടെ ഭർത്താവും അമ്മയും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, 1,00,000 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഈ പെങ്ങളുടെ 20 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ പേര് തരാമെന്ന് പറഞ്ഞു. ഷായിച്ചേട്ടന് ഇഷ്ടമല്ല അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നത്. പുള്ളിക്ക് എവിടോട്ടിലും നീങ്ങി വസ്തുവും വീടും കൂടെ മേടിക്കണം. അത് എൻ്റെ അമ്മ തന്നെ അതിനും പ്രശ്നക്കാരി. നാത്തവും വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് വിടത്തില്ലെന്ന് തന്നെ, ഇനി ഇങ്ങോട്ട് വിടുന്നില്ലെന്ന്. പക്ഷെ ഞങ്ങൾ നല്ല സ്നേഹത്തിൽ എന്നെ കഴിച്ച പാത്രം പോലും എന്നെ കൊണ്ട് ചേട്ടത്തിയായാലും നാത്തൂനായാലും കഴിക്കത്തേ ഇല്ല. അമ്മയോ എൻ്റെ പെറ്റമ്മ എന്നോട് ഇങ്ങനെ. പക്ഷെ ആ സ്നേഹം പറഞ്ഞത് എൻ്റെ അമ്മയെന്നും അച്ഛൻ്റെ അമ്മയിൽ നിന്നുവാ. അമ്മയ്ക്ക് എന്നോട് ജീവനായിരുന്നു. ഞാൻ 7 മാസമേ അവിടെ നിന്നുള്ളെങ്കിലും എന്നെ മോളെ എന്നും പറഞ്ഞ് അമ്മ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എന്നെ അവരുള്ളതുകൊണ്ട് ആ വീട്ടിലോട്ട് പോകണ്ട, നാത്തൂനും അവിടെ നിൽക്കുന്നു, പിന്നെ സ്വന്തം വീട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുക. അവിടെ ചെന്നേച്ച് പറഞ്ഞു ഇന്നലെ ഇവിടെ നിൽക്കാനൊക്കത്തില്ല, ഇന്നലെ മാറിയാലേ സിന്ധുവിനെ ഇങ്ങോട്ട് വിടത്തുള്ളെന്ന്. എനിക്കങ്ങ് സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ പിള്ളേരുണ്ട്, നമുക്ക് നല്ലൊരു അന്തരീക്ഷം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇല്ല വഴക്കിനകത്ത് ജീവിച്ചതല്ലേ. അവിടെ ചെന്നപ്പോൾ ഒരു മാറ്റം, മനസ്സിനുമൊക്കെ ഒരു സന്തോഷം. അപ്പം മക്കളെ അവിടുന്ന് മാറ്റണം. അന്നേരം ഞാൻ ചെന്ന് അവിടെ ഞാനറിയുന്നില്ല ഇത് അമ്മ പറഞ്ഞത്. ഞാൻ അന്നേരം ഇനി വീട്ടിലായിരുന്നു, ഛർദിലൊക്കെ ആയി ഇനി വീട്ടിലായിരുന്നു. അപ്പോഴുണ്ട് ഞാൻ തിരിച്ചെന്നെ അണ്ണം വിളിച്ച് അവിടെ കൊണ്ട് വിട്ടപ്പോൾ എന്നോട് ആരും മിണ്ടുന്നില്ല. അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇന്ദിര ഇവിടുന്ന് മാറ്റണമെന്ന് സിന്ധുവിൻ്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ല ചേച്ചി. അന്നേരം പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം എന്ന്. അപ്പം ഞാൻ ചെന്നേച്ചാൽ അമ്മയോടും പിന്നെ ഇന്ദിര ചേച്ചിയോടും പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞ കാര്യമല്ല, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ അപ്പം ഇല്ല അമ്മ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയ പോലെ എന്നെ അവിടെ നിർത്തരുത്. അതിന് എന്നോട് പറഞ്ഞു നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു, കല്യാണത്തിന്റെ തലേന്ന് പറഞ്ഞു. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാലും അവിടെ അമ്മ നല്ല അമ്മയല്ലേ, അല്ല ഞങ്ങൾ നിൽക്കാമായിരുന്നല്ലോ. ഞങ്ങള് വാടക വീട്ടിലല്ലയോ താമസിച്ചോണ്ടിരുന്നത്. അന്നേരം ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകാത്ത എന്തായിരുന്നു? അന്നേരം ഈ സ്ത്രീധന പൈസ ചോദിച്ച് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലയോ, അമ്മയുടെ അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ പറഞ്ഞില്ലയോ. അപ്പൊ അനിയനും എല്ലാം കൂടെ ചോദിക്കാൻ വന്നായിരുന്നു അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന്. അപ്പൊ അണ്ണൻ ഹോസ്പിറ്റലിലാണ്, പ്രസവം കഴിഞ്ഞ് അണ്ണനെ ഹോസ്പിറ്റലിലായപ്പം ഈ വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമല്ലോ. അന്നേരം ഈ വയ്യാതായത്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അമ്മായിയമ്മയും അനിയനും അമ്മാവനും എല്ലാം കൂടെ വീട്ടിൽ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് നേരത്തെ ക്ലാസ് തന്നമ്മ, അവരിവിടെ വരുവാന്നേ കയറ്റരുത്, നീ കല്ല് പെറുക്കി അല്ല അടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അമ്മയെ അടിക്കുന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം അമ്മ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നത്, ഇത് ഞാൻ ചെയ്യണോ അടിക്കണമെന്ന്. അത് തന്നെയല്ല കുഞ്ഞിനെ അവിടെ അമ്മ കാണാൻ വരും, എടുത്തോണ്ടൊക്കെ നടക്കും. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നോട് പറയും കൊച്ചിനെ കൊടുക്കരുത്. അമ്മയ്ക്ക് ചില അന്ധവിശ്വാസമൊക്കെ ഉണ്ട്. എന്നോട് പറയും കൊച്ചിൻ്റെ വായി വല്ല പൊടി വല്ലതും ഇട്ട് കൊടുക്കും, അതുകൊണ്ട് കുഞ്ഞിനെ കൊടുക്കരുതെന്ന്. അമ്മയ്ക്കാണെ ജീവൻ, എത്രക്കേലും അവരുടെ മോനല്ലേ, ഞാൻ കൊടുക്കാതെ. എന്നിട്ടും പിന്നെ സിന്ധു ഇദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ പൊയ്ക്കൂടായിരുന്നു, ആ വീട്ടിൽ പോയി നിന്നൂടായിരുന്നു. ഇങ്ങനെ ആ കല്ല് പെറുക്കി എറിഞ്ഞോ അടിയുണ്ടാക്കി കോടതിയിലൊക്കെ കേസ് പോയി. കല്ല് പെറുക്കി സിന്ധു ആണോ എറിഞ്ഞത്? എന്നോട് പറഞ്ഞു എറിഞ്ഞു അടിക്കണമെന്നാ പറഞ്ഞല്ലേ, കല്ല് പെറുക്കി എറിയണമെന്ന് പറഞ്ഞു. ചെയ്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞു അവൻ ഇനിയും മരിക്കും,
നീ ഇനി ഇവിടെ നിൽക്കേണ്ടത്, അവിടോട്ട് നിന്നെ ഞാൻ വിടത്തില്ല. ഞാൻ പറയുന്ന പോലെ കേട്ട് എൻ്റെ കാൽക്കീഴി അടിമയായിട്ട് കിടന്നോണമെന്ന് ഈ അമ്മ പറഞ്ഞതാ. അങ്ങനെ സിന്ധു കല്ലുവർക്ക് എറിഞ്ഞു. ചെയ്തത് ചെയ്തത് തെറ്റാ. ഞാൻ മാപ്പി ചോദിച്ചു അമ്മയോട്. ഇപ്പൊ ഞങ്ങൾക്ക് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കറിയാൻ ചെയ്യരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മയും കയറ്റുന്നില്ല, അവരും കയറ്റുന്നില്ല. ഈ സ്ത്രീ തന്നെ പൈസ കൊടുക്കാത്തത് കാരണം ഞാൻ ചെയ്തത് തെറ്റാ. ഭർത്താവിന്റെ വീട് തന്നെയാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ വീട് തന്നെയാണ്. നിങ്ങളുടെ അമ്മ പറഞ്ഞു, എന്നോട് പറഞ്ഞു എന്നെ അങ്ങോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാ. ഇപ്പം പക്ഷെ സഹകരിക്കുന്നുണ്ട്. നിങ്ങളെ അങ്ങോട്ട് കയറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വീട്ടുകാര്? അങ്ങനെ സംശയം എനിക്ക്. എന്നോട് അണ്ണം വന്നേച്ച് അറിഞ്ഞ് അമ്മ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുചെല്ലണ്ടാന്ന്. വിശ്വസിക്കാൻ പറ്റാത്തത് സിന്ധു, അമ്മയെന്ന് പറഞ്ഞ കഥാപാത്രം അതിവിചിത്രം. നിങ്ങൾക്ക് ഇതെല്ലാം അറിവുമുള്ള പക്വതയുള്ള ഒരു സ്ത്രീ, നിങ്ങൾ വീണ്ടും വീണ്ടും അമ്മ പറയുന്ന അനുസരിക്കുന്നു. അങ്ങോട്ട് പോണ്ടെന്ന് പറയാൻ പോകുന്നില്ല, ഇങ്ങോട്ട് പോണ്ടെന്ന് പറയാൻ പോകത്തില്ല. അപ്പൊ കല്ലൂറൊക്കെ അറിയാമോ? ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പങ്ക് വളരെ വലിയ പങ്കുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് കുഞ്ഞിനെ പോലെ നിങ്ങളുടെ അമ്മ ഇഷ്ടമല്ല. ഇഷ്ടമാണ്. കാരണം വീട്ടുകാരെ, അച്ഛന്റെ വീട്ടുകാരെ അവൾ ഇറങ്ങി പോകുന്നു, അങ്ങനെയുള്ളവളാണ്. ഇങ്ങനെ പറഞ്ഞ് അമ്മയെന്ന സങ്കല്പം മനസ്സിലൊരു വില്ലത്തിയായി മാറിക്കഴിഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്താലും കുഴപ്പമാണ്. കാരണം അവർ കുഴപ്പക്കാരായിരുന്നുവെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞുമായിട്ട് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അവർ പറയുന്നത് മാത്രം കേട്ട് പിന്നെ അങ്ങനെ ജീവിക്കും. പിന്നെ ഇപ്പോഴായാലും എനിക്കിഷ്ടം. എന്നെ ഇത്രയും ചോദിച്ചു എന്റെ ഭർത്താവ് മരിച്ചാന്ന് എന്നോട്. നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കൃത്യമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ ആ സ്ത്രീ ഇറങ്ങി പോകത്തുമില്ല, പോയാൽ പിന്നെ ഇങ്ങോട്ട് കയറത്തുമില്ല. രണ്ടാമത്തെ കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് മാത്രം കേട്ട് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചു എങ്കിൽ ആ സ്ത്രീയുടെ പേരിൽ നമുക്ക് അത്രയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ ആ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട ആളാണ്. നിങ്ങൾ പോകാത്തതിന്റെ കാരണം ഈ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കത്തേയില്ല. എന്തായാലും ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വസ്തു. അത് ഇപ്പൊ ബിന്ദുവിന്റെ പേര് എഴുതി വെച്ചു. ബിന്ദുവിന്റെ പേര് എഴുതി വെച്ചു. 36 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചേക്കുമ്പോൾ കൂടുതൽ ഡിമാൻഡ്സ് വരും. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ 35 പവനും 2.5 ലക്ഷം രൂപയും. അത് കൂടാതെ ഹരിപ്പാട്ടുള്ള വീടും എഴുതി വെച്ചോ? ഹരിപ്പാട്ടുള്ള വീടിന് 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നോ? ഈ മാവേലിക്കര 21 സെന്റ്. അത് ആരുടെയും പേരില്ല. അച്ഛൻ പറഞ്ഞു ഇവിടെ എന്നെ എല്ലാവർക്കും അറിയാവുന്നേ. ഹരിപ്പാടെന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടം നിനക്കും അവിടം ബിന്ദുവിനും അങ്ങ് കൊടുക്കാവെന്ന് പറഞ്ഞു അച്ഛനതാ. പക്ഷെ അമ്മ ഇത് എന്റെ പേര് ഒരു കണക്ക് എഴുതി തരിപ്പിക്കത്തില്ല. അച്ഛന്റെ പേരിൽ ഇതുവരെ എഴുതിച്ചിട്ടില്ല. ഇല്ല, തന്നിട്ടില്ല. അപ്പൊ ഈ അണ്ണൻ മരിച്ച് ഞാൻ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നപ്പോ പറയുവാ, ഇനി എങ്ങനെ ജീവിക്കും അമ്മയും മോനും? ഒരു കാര്യം ചെയ്യും, സന്ധ്യ ആകുമ്പോ ഇറങ്ങും, നേരം വെളുക്കുമ്പോ മടി നിറച്ച് കാശ് കിട്ടുമെന്ന് ഈ അമ്മ എന്നോട് പറഞ്ഞതാ. അതൊക്കെ ചില ഇറിറ്റേറ്റഡ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് വാക്കുകൾ പലതും ഉപയോഗിക്കും. അതിനൊക്കെ നമ്മൾ അർത്ഥം കണ്ടെത്താൻ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാ. ചിലർ നമ്മൾ ജീവിതത്തിൽ ചെയ്യാത്ത കുറ്റങ്ങളും ചെയ്യാത്ത വാക്കുകളൊക്കെ നമ്മളോട് പറയും. പക്ഷെ എനിക്ക് അങ്ങ് വിഷമ. ഞാൻ അന്നേരം അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞു. എന്തായാലും സിന്ധുവിന്റെ അയൽവാസി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. സിന്ധുവിനെ എനിക്ക് കുറേ കാലം കൊണ്ട് പരിചയമുണ്ട്. ഞങ്ങൾ വലിയ കൂട്ടുകാരാണ്. പിന്നെ അതിൻ്റെ ഈ ജീവിതത്തിൽ ഒരു ക്ലേശമുണ്ട്. അതൊന്ന് ശരിയാക്കി കൊടുക്കണം. നമ്മളെല്ലാം നല്ല വീട്ടിൽ കിടക്കും, ഇങ്ങനെ ഇത് ഓർക്കും. അതൊന്ന് ശരിയാക്കി കൊടുക്കണം. ഒരാദ്യം സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞ്, അപ്പോൾ അതിൽ കൂടുതൽ സിന്ധുവിന് സ്ഥലം വേണമെന്നാണ് പറയുന്നത്. അത് തള്ള കൊടുക്കത്തില്ലെന്നും പറയുന്നു. ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത് രണ്ട് ഭാഗമാകുമ്പോഴത്തെ ഈ വീട് വേറെ 2 ഭാഗമാകുമ്പോൾ ഈ വീട് വേറെ അങ്ങ് അനിയത്തിക്കാകും. വലിയ ദുരന്തത്തിലുള്ള ജീവിതം അതിൻ്റെ. അതുകൊണ്ട് അതിന് സ്ഥലം കൊടുക്കുകയും വേണം, അതിനൊരു വീടും ശരിയാക്കാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണമെന്നുള്ള ആഗ്രഹവും ആശയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇവര് അയൽവാസി പറയുന്ന കേട്ടു, സിന്ധുവിന് കുറച്ച് വസ്തു ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പോരാ, കുറച്ചുകൂടെ വേണം എന്നുള്ളതാണ് സിന്ധുവിന്റെ ആവശ്യം എന്നാണ് കേട്ടതെന്നാ പറഞ്ഞത്. ഈ വസ്തുവും പിന്നെ സ്വർണവും രൂപയും അങ്ങ് എടുത്തില്ലയോ? എടുത്തു കഴിഞ്ഞപ്പോഴാ അച്ചാച്ചമ്മനോട് ഞാൻ പറയും എനിക്കൊന്നും തരുന്നില്ലെന്ന് പറയാൻ ഇവിടെ നിനക്കല്ലയോ പിന്നെ എന്ത് വന്നു അമ്മയ്ക്ക് ഇതിപ്പം 3ആയിട്ട് വീതിക്കണം, 21 സെന്റ്. 3ആയിട്ടെന്ന് പറഞ്ഞാൽ മകൾക്ക് മറ്റേ അനിയത്തിക്ക് ഇനിയും കൊടുക്കണമെന്ന്. അപ്പൊ അരിപ്പാട്ട സ്ഥലവും ഇടും അമ്മയുടെ പേരിലുള്ളതാ. അമ്മൂമ്മ ആ വഴിയുള്ളതാ. അപ്പൊ എനിക്ക് അതിന് അവകാശമില്ലയോ? അവകാശമുണ്ട്. പക്ഷെ അതെനിക്ക് നിർബന്ധപൂർവ്വം ചോദിക്കാം. അവര് മരിച്ചു പോയാൽ തുല്യമായിട്ട് വീതിക്കാവുന്നല്ലാതെ അമ്മയെ നിർബന്ധിക്കാൻ പറ്റില്ല. എനിക്ക് തരവ് നിർബന്ധിക്കാൻ പറ്റില്ല. പണ്ടത്തെ പോലെ എല്ലാ മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കണമെന്നൊരു അമ്മയെ വാശി പിടിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കാൻ ഉള്ള അവകാശമുണ്ട് അവർക്ക്. അത് ചോദിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടോ? പിന്നെ അല്ല മാഡം, അമ്മയുടെ പേരിലായിരുന്നു. പിന്നെ അത് അമ്മയ്ക്ക് എഴുതി വെച്ച അമ്മ അത് അച്ഛൻ എഴുതി വെച്ച അച്ഛനാ ബിന്ദുവിന് എഴുതി വെച്ചത്.
ഓ അങ്ങനെ വന്നതാ. അങ്ങനെ അതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ കൊടുത്തതാണ്. അത് അങ്ങോട്ട് എടുത്തോട്ടെ, ഈ വീട് ഇത് മൊത്തം എനിക്ക് തരാമെന്ന് പറഞ്ഞു. മൂന്നായിട്ട് വീതിക്കാനേ വെക്കൂ. ചിലപ്പോ അമ്മയ്ക്ക്, അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പങ്ക് ആ അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും, അച്ഛന്റെ അമ്മയ്ക്ക്. അന്നേരം എന്നോട് അമ്മ പറഞ്ഞു ജീവിച്ചിരിപ്പുണ്ടോ? അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അമ്മൂമ്മ മരിച്ചു. അപ്പൊ ആ സ്ഥിതിക്ക് അമ്മ പറഞ്ഞതുപോലെ മൂന്നായിട്ട് വീതിക്കണം. രണ്ട് മക്കൾക്ക് അവർക്കൊരു വീതമായിട്ടും ചെയ്യാനേ പറ്റൂ. അവർക്ക് വേണമെങ്കിൽ ആ അവകാശം അവർക്ക് അവർ ചെയ്യുന്നത് വേറെ കാര്യം. പക്ഷേ ബിന്ദു ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ അനിയത്തി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ അമ്മയുടെ പങ്കെന്ന് പറയുന്നത് അമ്മ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും തുല്യമായിട്ട് വീതിക്കപ്പെടും. എന്നോട് പറഞ്ഞ് ഇത് എഴുതി. അപ്പൊ അമ്മയുടെ വാർഡ് മെമ്പറോട് ഞാൻ സംസാരിച്ച്, അന്നേരം പറഞ്ഞ് മെമ്പറും എല്ലാം ഞങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞ് 6 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഇത് മൊത്തം ഇഞ്ഞ് തരാമെന്ന്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ എവിടുന്ന് 6 ലക്ഷം രൂപ? അങ്ങനെയല്ല സിന്ധു, അവരൊക്കെ ജീവിക്കണ്ടേ? അതാ ഇത് കൊടുക്കാം. നിങ്ങൾ തങ്ങൾ ഒരിക്കലും ചേരത്തുമില്ല, നിങ്ങളുടെ കൂടെ താമസിക്കാനൊക്കത്തില്ല. എന്തായാലും അവരെ വിളിക്കാം കേട്ടോ, അവരെ വിളിച്ചെങ്കിലേ ശരിയാവും. അമ്മ വന്നിട്ടുണ്ട്, സിന്ധുവിന്റെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണേ. മാവേലിക്കരന്നാ വരുന്നത് അല്ലയോ? അല്ല, ഞാൻ അരിപ്പാടാ. ഓ, മറ്റേ ബിന്ദു താമസിക്കുന്നതിന്റെ പിന്നെ സിന്ധു എന്നെ കൊണ്ടുപോയെടുത്താ താമസിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ച് അരിപ്പാട്ടൂന്ന് മാവേലിക്കരയാ കൊണ്ടുപോകുന്നത്. അപ്പം അവിടുന്ന് ഞാനിപ്പം എൻ്റെ അമ്മയ്ക്ക് കുടിയുടെ 7 സെന്റ് സ്ഥലം കിട്ടിയായിരുന്നു. 7.5 ഉണ്ടെന്ന് പറയുന്നു, 7 ഉണ്ടെന്ന് പറയുന്നു, എനിക്ക് അറിയത്തില്ല. അപ്പം അതിനകത്ത് ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോകുന്ന അതിനകത്താ താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ ഒരു പഴയ പെരയെ അതെല്ലാം ഒടിഞ്ഞു വീണ്. അമ്മയുണ്ടോ? എൻ്റെ അമ്മ ഇപ്പം മരിച്ചു. ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അവിടെ അല്ല, ഞങ്ങൾ 3 പേരും കൂടെ ഇവിടുന്ന് പോയത്. ഇവള് ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം ഇവിടെ ഭർത്താവ് അങ്ങ് മരിച്ചു കഴിഞ്ഞ ഉടനെ ഇവളെ അവിടെ നിൽക്കാനൊക്കത്തില്ല. ഞങ്ങൾ ഇനി ഇവിടെ വിളിച്ച് നിർത്തി. ഇവക്ക് കൊടുക്കാനുള്ളത് അവരൊക്കെ ഒരുപാട് ഉപദ്രവിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഇവര് തമ്മിൽ ശരിയല്ല. അമ്മായിയമ്മ ഇവളും കൂടെ ശരിയല്ല നേരത്തെ തന്നെ. അപ്പൊ അങ്ങനെ കൂടുതൽ സത്യവാ ഞാൻ ഈ പറയുന്ന മുഴുവനും ഞാൻ സത്യവാ പറയുന്നത്. അമ്മായിയമ്മയായിട്ട് വഴക്കായി ഇവന് വയ്യാതായ ഉടനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഉടനെ ഇവള് അവരെ കല്ലെടുത്ത് എറിയുകയും ഒക്കെ ചെയ്ത് വിട്ടുകൊണ്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് പോയി അവനെ കാണാൻ പോലും ഒക്കാതായി. ഞങ്ങൾ പോയില്ല. അവിടെ ചെന്നാൽ ഇവളെ അവരെടുത്തിട്ട് അടിക്കും. തന്ത ഈ ആർട്ടിനും ഒക്കെ അസുഖമുള്ളതാണ്. അപ്പം അയാളെ വല്ല ഉപദ്രവിച്ചെങ്കിലോ എനിക്കൊരു പെണ്ണിനെ അയക്കാൻ നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അതിന് ഇവള് പറയുന്ന എന്തോ ഞങ്ങൾ വിട്ടില്ല. വിടാഞ്ഞ എന്താ? അമ്മ വിടാഞ്ഞ എന്നോട് പറഞ്ഞു പോയാ നിന്നെ പിന്നെ ഇങ്ങോട്ട് കരുതില്ല. കൊച്ചുമണിയൊക്കെ പറഞ്ഞു അവിടുത്തെ പപ്പായും കൂടെ വന്നതാ ഞങ്ങളെ കൊണ്ടുപോകാൻ. എന്നോട് പറഞ്ഞു ഇറങ്ങുവാന്നെ ഞാൻ പെരയ്ക്കാത്തിരുന്ന് കാര്യം വന്നിട്ട് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ഞാൻ കരയുന്നുണ്ട്. അമ്മയെ കാണുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ അമ്മയുടെ മുന്നിൽ വെച്ച് എനിക്ക് കരയാൻ പറ്റത്തില്ല. എന്നോട് പറയും നീ അനുഭവിക്കും, നീ കല്യാണത്തിൻ്റെ തലേന്നേ പറഞ്ഞതാ എന്നെ അവിടെ താമസിപ്പിക്കത്തില്ലെന്ന്. ഞാൻ പോകാതിരിക്കും, എൻ്റെ ഈ മിന്നു കെട്ടിയ ആളല്ലേ. അമ്മയുടെ മകള് ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോൾ എന്തിനാണ് അമ്മായിയമ്മയായി വഴക്ക് കൂടിയിരുന്നത്? അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമോ? അത് ഞങ്ങളുടെ അങ്ങ് വെച്ചാ വഴക്ക് കൂടി. എന്തിനാണ്? അത് ഇവര് വന്നില്ലയോ, ഇവര് ഞങ്ങളുടെ അങ്ങ് കാണാൻ വന്നപ്പോ പെരയിലുണ്ടെന്നും പറഞ്ഞ് അവര് കാണാൻ കേറി ഉടനെ ഇവള് പറഞ്ഞു പെരയിലില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് 3-4 ആണുങ്ങളാ വന്ന് എന്നെ പിടിച്ചു തള്ളി ഇട്ട്. സുഖമില്ലാത്ത ഒരാളിനെ ആശുപത്രി കൊണ്ടുപോകുന്നതിനെ പിടിച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നെ തള്ളിയിട്ട് ഇളയ പെണ്ണിനെ അടിക്കുക. അവള് ഇവിടെ ഇരിക്കുന്നല്ലോ, ഇളയ പെണ്ണിനെ അവരടിക്കുക. കാര്യങ്ങളല്ല പറയുന്നത്. അത് കള്ളവാണ്. പിന്നെ ഇവള് സമ്മതിക്കാൻ ഞാൻ ഇവള് കല്ല് വരിച്ച് അവരെ എറിഞ്ഞ് മെമ്പർ വന്ന് ഞങ്ങളുടെ വന്നേച്ച് പറഞ്ഞ് നിങ്ങളാ പറഞ്ഞത് അവരോട് കല്ല് പറക്കി എറിയണം, ഇല്ലെങ്കിൽ നിന്നെ അത് ഞാൻ സത്യം ചെയ്ത് പറയാം. ഞാൻ ഒരു തള്ള പറഞ്ഞു കൊടുക്കുവോ കള്ളം? ഒരു തള്ള പറയത്തില്ല. ഇവിടെ ഇരുന്ന് ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ സത്യമേ പറയത്തുള്ളൂ. അല്ല അമ്മ അവര് വന്ന ഉടനെ ഒന്നി പിന്നെ അടിക്കണം, അല്ലെങ്കിൽ കല്ല് പറക്കി എറിയണം. അവരിനി ഇങ്ങോട്ട് വരരുതെന്ന് അങ്ങനെ അമ്മ പറഞ്ഞത്. എന്റെ ഹൃദയം പൊട്ടുമ്പോ ഈ വേദന വരുമ്പോ ദൈവത്തിന്റെ മുന്നിൽ അടിച്ചതാ കയ്യേല. അന്ന് തൊട്ട് പറയുന്നുണ്ട് ഞാൻ അടിച്ചതാ.